ഹലോ, വെൽക്കം ടു കുട്ടി ഗോസ്പൽ. എനിക്ക് ഗിറ്റാറൊന്നും വായിക്കാൻ അറിയില്ല. ഞാൻ ഗിറ്റാറിൽ നിന്ന് കൊണ്ടുവന്നത്, ഗിറ്റാർ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിൽ 6 സ്ട്രിങ്സ് ആണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൽ 54 സ്ട്രിങ്സ് ഉണ്ട്. അതിൽ 2 ഡ്രംസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ബെൻഡാർ. ലോകത്ത് അങ്ങനെ ഒന്നേ ഉള്ളൂ, ഒരൊറ്റ പീസേ ഉള്ളൂ, ബെൻഡാർ എന്ന് പറയുന്നത്. ഈ ബെൻഡാർ ഉണ്ടാക്കിയത്, ഈ ബെൻഡാർ കണ്ടുപിടിച്ചത്, വേൾഡ് റെക്കോർഡാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ബെന്നി പ്രസാദ്. ബെന്നി പ്രസാദ് ഈസ് എൻ ഇന്ത്യൻ ആൻഡ് ഈസ് ഫ്രം ബാംഗ്ലൂർ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബെന്നി പ്രസാദിനെ കുറിച്ചാണ്. ബെന്നി പ്രസാദിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കുമ്പോൾ അത് വണ്ടർഫുള്ളാണ്. ഭയങ്കര അത്ഭുതം നിറഞ്ഞൊരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ബാംഗ്ലൂരാണെന്ന് ഞാൻ പറഞ്ഞു. 4 മക്കളും മൂത്ത ആളാണ്. അപ്പൻ എയറോസ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻജിനീയറാണ്, അവരൊരു ടീച്ചറാണ്. അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എലീറ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ മക്കളെയൊക്കെ KVയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മകൻ സയൻസിലും മാത്തമെറ്റിക്സിലും ഒക്കെ എക്സൽ ചെയ്യണമെന്ന് അപ്പന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ബെന്നി പ്രസാദ് പഠിത്തത്തിൽ ഭയങ്കര വീക്കായിരുന്നു. അതിനേക്കാളും കൂടുതൽ ശാരീരികമായിട്ട് ഫിസിക്കലി വാസ് വെരി വീക്ക്. കാരണം ചെറുപ്പത്തിൽ ആസ്മ തുടങ്ങി, മെഡിക്കേഷൻസ് എടുത്തു തുടങ്ങി. അങ്ങനെ മെഡിക്കേഷൻസ് എടുത്തിട്ട് അത് അത്ര ശരിയായില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 60% ലങ്സ് പോയി. 60% ലങ്സ് അങ്ങ് തീർന്നു പോവാണ്. വേറൊരു ട്രാജഡി ബെന്നിയുടെ ലൈഫിൽ നടക്കുന്നത്, ബെന്നിക്ക് ഇങ്ങനെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ സ്പോർട്സിലൊക്കെ പോകാൻ പറ്റില്ല, കാരണം ആരോഗ്യപരമായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേഡിയത്തിലൊക്കെ പോയി ഇരിക്കും, കളി കാണാനൊക്കെ പോയിരിക്കും. അങ്ങനെ ഒരു ദിവസം സ്പോർട്സ് ഡേയുടെ അന്ന് ജാവലിൻ എറിഞ്ഞിട്ട് അത് തെറ്റി ഈ ബെന്നിയുടെ സ്പൈനൽ കോഡ് തകർത്തു ജാവലിൻ. അങ്ങനെ ബെന്നിയുടെ ലൈഫ് പിന്നെയും ട്രാജഡിയിലേക്ക് പോവാണ്. 16ാമത്തെ വയസ്സിൽ ബെന്നിയോട് ഡോക്ടർ പറഞ്ഞു, ബെന്നി, നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു 6 മാസം കൂടി ലൈഫുള്ളൂ, തീർന്നു. ബെന്നി അങ്ങ് ഡിപ്രസ്ഡ് ആവാണ്. ബെന്നി ഡിസൈഡ് ചെയ്യുന്നു സൂയിസൈഡ് ചെയ്യാം. 16ാമത്തെ വയസ്സിൽ ബെന്നിയുടെ തോട്ടാണ് സൂയിസൈഡ് ചെയ്യണം. അപ്പോൾ ബെന്നിയുടെ അമ്മ ബെന്നിയോട് പറയേണ്ട, മോനെ നീ ഒരു റെട്രീറ്റിന്, ഒരു ധ്യാനത്തിന് പോകും. അങ്ങനെ ബെന്നി ധ്യാനത്തിന് പോവാണ്. ധ്യാനത്തിന് പോയപ്പോൾ ആദ്യമായിട്ട് ബെന്നി ഈശോനെ കേൾക്കാണ്. ഈശോ ബെന്നിയോട് പറഞ്ഞു, ബെന്നി ഐ നീഡ് യു. അപ്പോൾ ബെന്നി പറയുന്നുണ്ട്, ജീസസ് എന്നെ എന്തിനാ, എ വ്രച്ചഡ് തിങ് ലൈക്ക് മീ, വൈ യു വാണ്ട് മീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നു, ബെന്നി നീ എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പോകണം. അപ്പോൾ പറയും, എനിക്ക് എന്തുണ്ട്, എനിക്ക് കഴിവ് പോലും ഇല്ല, എനിക്ക് 6 മാസം ജീവിതം എൻ്റെ മുന്നിലുള്ളൂ, സോ വാട്ട് കൻ ഐ ഡു, ദെൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് ഈശോ പറയാം. അങ്ങനെ ബെന്നി അവിടെ നിന്ന് ജീവിതം ആരംഭിക്കുകയാണ്. ബെന്നിക്ക് 6 മാസമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. പക്ഷേ ബെന്നിക്ക് 50 വയസ്സുണ്ട്. ആൻഡ് ബെന്നി ഈസ് എ നോൺ മ്യൂസിഷ്യൻ ഇൻ ദ വേൾഡ്. ബെന്നിയുടെ പേരിലുള്ള വേൾഡ് റെക്കോർഡ് എന്താണെന്നറിയാമോ? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച മനുഷ്യൻ എന്നുള്ള പേര് അത് ബെന്നിക്കാണ്. 245 കൺട്രീസ്, 6 വർഷം 6 മാസം 22 ദിവസം കൊണ്ട് ബെന്നി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഹി ഓൾസോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ദിസ്. 14 പാസ്പോർട്ടാണ് ബെന്നിയുടെ കാര്യമുള്ളത്. ബെന്നി ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ ബെന്നി ജീസസ് എങ്ങനെയാണ് ബെന്നിനെ തൊട്ടതെന്ന് ബെന്നി ഇങ്ങനെ ഓപ്പണായിട്ട് പറയാറുണ്ട്. ബെന്നിയുടെ കണ്ടുപിടുത്താണ് ഞാൻ പറഞ്ഞത്, ബെൻഡാർ എന്ന് പറഞ്ഞ ഇത്ര സ്ട്രിങ്സ് ഉള്ളത് ബെൻഡാർ. ബെന്നിയുടെ കണ്ടുപിടുത്ത ഈ ഒരൊറ്റ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് ഇത്തരം കൺട്രീസിൽ മ്യൂസിക്കൽ പെർഫോമൻസ് ബെന്നി നടത്തിയിട്ടുള്ളത്. ബെന്നിനെ ഒരിക്കൽ നോർത്ത് കൊറിയയിൽ വിളിക്കാം. നോർത്ത് കൊറിയ എന്ന് പറയുന്നത് അവിടെ റിലീജിയസ് ഫ്രീഡം ഇല്ലാത്ത സ്ഥലമാണ്, റിലിജൻ ഇല്ല അവിടെ. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ബെന്നിയെ വിളിക്കുകയാണ്. അപ്പോൾ 836 മ്യൂസിഷ്യൻസിനാണ് അവർ വിളിക്കുന്നത്. കാരണം അവരുടെ നോർത്ത് കൊറിയയുടെ ഫൗണ്ടറിൻ്റെ ബർത്ത് ആനിവേഴ്സറിക്ക് വേണ്ടി വലിയൊരു ആഘോഷം നടത്താൻ വേണ്ടി അവർ മ്യൂസിഷ്യൻസിനെ വിളിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 12 പേരെയാണ് അവർ കൺസേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബെന്നി 836 പേരിൽ ഒരാൾ ബെന്നിയായിരുന്നു. അപ്പോൾ ബെന്നിയുടെ പുറകിൽ അവർ 2 സ്പൈനെ നിയോഗിക്കുകയാണ്. കാരണം എന്താണ്, ഈ ബെന്നി ആരോടൊക്കെ സംസാരിക്കുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതൊക്കെ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ബെന്നി എന്ത് ചെയ്ത്, ബെന്നി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് ബെന്നിയെ അവരോട് ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഫുൾ ടൈം ഈശോയെക്കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് മടുത്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ അധികാരിയോട് ചെന്ന് പറയാണ്, ഇയാൾ ന്യൂസൻസ് ആണ്, ഇയാൾ എപ്പോഴും ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. റിലീജിയസ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ബെന്നിനെ ഓഫീസർ വിളിക്കുകയാണ്. എന്നിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ബെന്നിയുടെ കഥ മുഴുവൻ പറയാണ്. അപ്പോൾ ഈ ഓഫീസർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾക്ക് 16ാമത്തെ വയസ്സിൽ നിങ്ങളെ ഈശോ തന്നെയാണ് നിങ്ങളോട് സംസാരിച്ചത്, അത് നിങ്ങളുടെ ഇമാജിനേഷൻ ആയിക്കൂടെ, നിങ്ങളുടെ യുവർ ഓൺ ഇമാജിനേഷൻ. അപ്പോൾ ബെന്നി പറയുന്നുണ്ട്, ഇല്ല സാറേ, മൈ ഓൺ ഇമാജിനേഷൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ, എന്നോട് പറഞ്ഞത് സൂയിസൈഡ് ചെയ്യാനാണ്.
പക്ഷേ ഈശോനോട് പറഞ്ഞു, യു ഗോ ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് യു സിങ് ഫോർ മീ എന്ന് പറഞ്ഞു. അത് ഈശോ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഈ 836 മ്യൂസിഷ്യൻസിൽ നിന്ന് 12 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ബെന്നിയായിരുന്നു. ബെന്നി പ്രസാദ് എന്നിട്ട് വലിയൊരു ഓഡിയൻസിന് മുന്നിൽ, ദൈവത്തെ അറിയാത്ത ആളുകളുടെ മുന്നിൽ, നാടിന് മുന്നിൽ നിന്ന് ബെന്നി പാടിയ പാട്ട്, ഷൗട്ട് ദ ലോർഡ്, ജീസസ് ഈസ് മൈ ഗോഡ് ആൻഡ് മൈ സേവിയർ ആൻഡ് ദെർ ഇസ് നൺ ലൈക്ക് യു. ദൈവത്തെ അറിയാത്ത, ഈശോ അറിയാത്തൊരു നാട്ടിൽ നിന്ന് ബെന്നി ധൈര്യത്തോടു കൂടി ജീവൻ പണയപ്പെടുത്തി പാടിയ പാട്ടാണത്. ബെന്നി ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഗോസ്പലിനെയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ എൻ്റെ പേരിൽ നിങ്ങൾ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പാകെ ഹാജരാക്കപ്പെടും. അപ്പോൾ നിങ്ങൾ എന്താ കരുതേണ്ടത്? ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗീവ് വിറ്റ്നസ്. അതൊരു അപകടമല്ല, അതൊരു അവസരമാണ്. എന്തിനാണ്? എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകാൻ നിങ്ങൾക്ക് നൽകുന്നൊരു അവസരമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ബെന്നി ലൈഫിൽ ഓരോ നിമിഷത്തിലും ബെന്നി ഈശോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്ത, അത് ബാൻ ചെയ്തിട്ടുള്ള ഇടങ്ങളിൽ പോലും ധൈര്യത്തോടു കൂടി ഈ സ്പീക്സ് അബൌട്ട് ജീസസ്. CNN ഒരു ഇൻ്റർവ്യൂ, അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡ് കിട്ടിയല്ലോ ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ. അപ്പോൾ CNN ഇൻ്റർവ്യൂവിൽ ബെന്നി വരുന്നത് തലയിലൊരു തൊപ്പി വെച്ചിട്ട് ആ തൊപ്പിൽ എഴുതിയേക്കണം താങ്ക് യു ജീസസ്. അപ്പോൾ CNN പറഞ്ഞു, സാറേ ഞങ്ങളുടെ ചാനൽ ഒരു സെക്കുലർ ചാനലാണ്, ഇവിടെ റിലീജിയസ് സ്റ്റേറ്റ്മെൻറ്റ് പാടില്ല, റിലീജിയസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് താങ്ക് യു ജീസസ്, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ബെന്നി ഉടനെ തന്നെ ആ തൊപ്പി എടുത്തിട്ട് അതിലിങ്ങനെ എഴുതി, താങ്ക് യു ജീസസിൻ്റെ കൂടെ ഇങ്ങനെ എഴുതി, താങ്ക് യു ജീസസ് ഫോർ ഐ ആം എൻ ഇന്ത്യൻ, താങ്ക് യു ജീസസ് ഫോർ ഐ ആം എൻ ഇന്ത്യൻ. അത് ഇനി ഒരു റിലീജിയസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് എ പാട്രിയോട്ടിക് സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ അല്ല, ഇറ്റ് ഈസ് എ പാട്രിയോട്ടിക് സ്റ്റേറ്റ്മെൻറ്റ്, രാജ്യസ്നേഹമാണ്, ഐ എം എൻ ഇന്ത്യൻ. അവിടെ ജീസസും കൂടിയുണ്ട്. ബെന്നി പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കും. He will give us a creative ways to proclaim him എന്ന് പറയാം. ഇത് ഗോസ്പൽ അതാ ഈശോ പറയുന്നത്. നിങ്ങൾ നാടുവാഴികളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നിങ്ങൾക്കുള്ള വേർഡ്സ് ആൻഡ് വിസ്ഡം ഐ വിൽ ഗിവ് യു. നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾ എന്താ സംസാരിക്കേണ്ടതെന്നാൽ നിങ്ങൾക്ക് ഞാൻ തരും. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ജീസസ് ഈസ് ഡൂയിങ് ഫോർ അസ്. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പാണല്ലോ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ വിമൻ വേൾഡ് കപ്പിൽ അവർ സമ്മാനം മേടിച്ചു. വേൾഡ് കപ്പ് ആദ്യമായിട്ടാണ് ഇന്ത്യ നേടുന്നത്. അതിൽ സെമി ഫൈനലിൽ ശക്തരായ ഓസ്ട്രേലിയനെ തോൽപ്പിച്ച് അതിനെ സഹായിച്ചു തരാം ജമീമ റോഡ്രിഗ്സ് എന്ന് പറഞ്ഞൊരു 25 വയസ്സുകാരി മുംബൈക്കാരെയാണ്. അവർ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? താങ്ക് യു ജീസസ്. അതൊരു വേൾഡിനോട് അവർ പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, താങ്ക് യു ജീസസ്. നമുക്ക് വലിയൊരു വേദിയിൽ നിൽക്കുന്ന വേദിയിലൊക്കെ ഈശോനെ അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഐ ബിലോങ് ടു ജീസസ് ആൻഡ് ഐ ലവ് യു ജീസസ്, ഐ താങ്ക് യു ജീസസ് എന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുട്ടികളെ, അതാണ് ഈശോ നമ്മോട് പറയുന്നത്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേര് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ധൈര്യത്തോടു കൂടി ഈ ബെന്നി പ്രസാദിനെ പോലെ, ജമീമ റോഡ്രിഗ്സിനെ പോലെയൊക്കെ നമുക്ക് ഈശോയുടെ നാമം പറയണ്ടേ? സോ എല്ലാവർക്കും ഹാപ്പി വിറ്റ്നസ് സൺഡേ.